ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ 1 by 1 ആയിട്ട് വീഡിയോസുകൾ ചെയ്യും. ചിലർ റിപ്പീറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഉള്ളവർ എൻ്റെ പ്രീവിയസ് വീഡിയോസുകളൊക്കെ ഒന്ന് പോയി കാണാം. ഏജ് ലിമിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വീണ്ടും മെസ്സേജ് അയച്ചു. അതുപോലെ തന്നെ ഹോം കെയറിനെ കുറിച്ച് വീണ്ടും ചോദിച്ചയച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് പോയിട്ട് പ്രീവിയസ് വീഡിയോസുകൾ കാണാം കേട്ടോ. ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഹോം കെയറിനെ കുറിച്ചും ഏജ് ലിമിറ്റിനെ കുറിച്ചൊക്കെ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാം. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സായിട്ട് യു എയിൽ വരാനിരിക്കുന്നവരോ വന്നവരോ അല്ലെങ്കിൽ ഇവിടെ വല്ല നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഒരു കാര്യവും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എനിക്കറിയുന്ന അറിവ് ഞാൻ നിങ്ങളിലേക്ക് എന്ത് ചെയ്യാം പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു സബ്സ്ക്രൈബറുടെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് അവർ ചോദിച്ചത് എന്തെന്ന് വെച്ചാൽ അവരുടെ മകൻ ജോർജിയയിൽ എങ്ങാണ്ട് പഠിക്കുവാണ്. അപ്പോൾ ഹോം കെയറിലേക്ക് വരണമെങ്കിൽ ലൈസൻസ് എടുക്കണോ, ഹോം കെയറിലേക്ക് ലൈസൻസ് ഇല്ലാണ്ട് എടുക്കുമോ അതോ DH എഴുതണോ, അങ്ങനെ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ ഞാൻ കറക്റ്റ് ഇതായിട്ടില്ല. പക്ഷെ അവരുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലൈസൻസ് ഇല്ലാണ്ട് ഹോം കെയറിലേക്ക് ജോലി ചെയ്യണമെങ്കിൽ DH എക്സാം എഴുതണമെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് അവർ ഈ DH എക്സാമും ലൈസൻസും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ട് പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അവരോട് പറഞ്ഞോട്ടെ, DH എക്സാം എന്ന് പറയുന്നതാണ് ലൈസൻസ്. ദുബായിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈസൻസിന് വേണ്ടി ലൈസൻസാണ് DH എന്ന ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എലിജിബിലിറ്റി കിട്ടും. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ലൈസൻസിന് റിലേറ്റഡ് ആയിട്ടുള്ളത്. എന്നാലും ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഒരു അത്ഭുതം തോന്നിപ്പോയി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ DH എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ലൈസൻസ്. അത് ലൈസൻസ് ആവില്ല. നമുക്ക് എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമാണ് കിട്ടുന്നത്. അത് പിന്നെ വൺസ് ലൈസൻസ് ആവുന്നത് നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യും, അതായത് എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ അവരാണ് നമുക്ക് എന്താക്കുന്നത്, അവരുടെ അണ്ടറിൽ ലൈസൻസ് ആക്കി തരുന്നത്. അങ്ങനെ ലൈസൻസ് ആക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് എന്താക്കണം, DH എക്സാം അല്ലെങ്കിൽ DH ഓർ DOH ഓർ MOH, നിങ്ങൾ ഏത് എമിറേറ്റ്സിലാണെങ്കിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ താമസിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അവിടെയാണ് റിലേറ്റീവ്സോ അങ്ങനെ നിങ്ങൾ അങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു എമിറേറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം എഴുതണം. അങ്ങനെ എഴുതി കഴിയുമ്പോൾ എലിജിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടും. പിന്നെ അത് ലൈസൻസ് ആക്കി തരുന്നത് ആരാണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം, ഹോസ്പിറ്റലോ ക്ലിനിക്കോ ഹോം കെയറോ വാട്ടവർ എവിടെ ആയിക്കോട്ടെ അവരാണ് അത് ലൈസൻസ് ആക്കി തരുന്നത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഇപ്പോൾ വിചാരിക്കുന്നു. അതുകൊണ്ട് ലൈസൻസും DH എക്സാമും സെപ്പറേറ്റ് അല്ല. DH എക്സാം എന്ന് പറയുന്നതാണ് എഴുതി ജയിച്ചാലാണ് നമുക്ക് ലൈസൻസിലേക്കുള്ളത് ഒരു എലിജിബിലിറ്റി ലെറ്റർ കിട്ടുള്ളൂ. അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈസൻസ് ആക്കാനായിട്ട് അവർക്ക് പറ്റുള്ളൂ. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അന്നേരം വന്ന് ഇല്ല, ഉറപ്പായിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ജോലി ഉറപ്പായിട്ടും കിട്ടില്ല. എസ്പെഷ്യലി GCCയിൽ എവിടെയും കിട്ടില്ല കേട്ടോ. പഠിച്ചെല്ലാം പാസ്സായി കഴിഞ്ഞിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം അറ്റസ്റ്റ് ചെയ്യുക, അതായത് ഇവിടുത്തെ അറ്റസ്റ്റേഷനും നാട്ടിലെ എംബസിയുടെ അറ്റസ്റ്റേഷനും രണ്ടും കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ എടുക്കുകയുള്ളൂ. അല്ലാണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കോ അങ്ങനെ വന്ന് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂറോപ്യൻ കൺട്രിയിലൊക്കെ വേണമെങ്കിൽ നോക്കാം, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ പാർട്ട് ടൈം ആയിട്ട് ഓരോ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ച് പാസ്സായി രജിസ്ട്രേഷൻ എല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ മിനിമം 2 year എക്സ്പീരിയൻസും പിന്നെ വിത്തൗട്ട് ലൈസൻസിൽ എടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്ത് എക്സാം, അതാണ് DH എക്സാം ഇല്ലാണ്ട്. വിത്തൗട്ട് ലൈസൻസ് എന്ന് പറയുന്നതാണ് DH എക്സാം. എക്സാം ഒന്നും എഴുതാണ്ട് ജസ്റ്റ് നിങ്ങൾ പാസ്സായി നിങ്ങൾക്ക് 2 year എക്സ്പീരിയൻസ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം അറ്റസ്റ്റേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുന്നത്. അതാണ് ഹോം കെയറിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അല്ലാണ്ട് എന്താ പറയുക, ഈ കെയർ ടേക്കർ ആയിട്ടുള്ള ജോലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നിങ്ങൾക്ക് BSc അങ്ങനെ നേഴ്സിങ്ങിന് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ANMൻ്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പോകാൻ പറ്റും ആ ജോലിക്കൊക്കെ. പക്ഷെ അത് ഫുള്ളും നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകളല്ല ആയിരിക്കില്ല. അല്ലാണ്ടുള്ള ഒരു മെയ്ഡിൻ്റെ പോലത്തുള്ള ഒരു ജോലിയായിരിക്കും വിത്തൗട്ട് ലൈസൻസും വിത്തൗട്ട് ഈ ഒരു ANM എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ കേട്ടോ. അത് എന്താ പറയുക, അത് നമ്മൾ ഇത് തന്നെ കൊടുക്കുന്നത്. പക്ഷെ എന്താക്കുന്നുണ്ട്, അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കെയർ ടേക്കറെ പോലുള്ള ജോലിയും കാര്യങ്ങളുമാണ്. പക്ഷെ അതിനൊരു സെക്യൂറോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താ വെച്ചാൽ നമുക്ക് ലൈസൻസും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ ചില കമ്പനികൾ അങ്ങനെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ അങ്ങനെ അധികമായിട്ട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറേ ഒന്നും എടുക്കുന്നില്ല. ഓൾറെഡി ഉള്ള ആൾക്കാർ തന്നെ അവിടെ ഇതായിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആക്കുമ്പോൾ മാത്രമേ ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ.
അത് പ്രോപ്പറായിട്ട് ഇപ്പം അങ്ങനെ വിത്തൗട്ട് ലൈസൻസിലൊന്നും ആരും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒന്നും വന്ന് പാർട്ട് ടൈം ആയിട്ട് അങ്ങനെയൊന്നും ജോലിക്ക് കയറാൻ പറ്റില്ല. പഠിച്ചെല്ലാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് എല്ലാം ഇതാക്കി കഴിഞ്ഞതിന് മാത്രമാണ് പറ്റുള്ളൂ. ഹോം കെയറിൽ ചില സ്ഥലങ്ങളിൽ വിത്തൗട്ട് ബില്ല് ഇതാക്കും. എന്നാലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും അവിടെ എടുക്കാറില്ല കേട്ടോ. പ്രീവിയസ് എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് അവർ അങ്ങനത്തെ ഇതിലേക്കും വിടുന്നത്. അപ്പോൾ ആ സബ്സ്ക്രൈബർ ചോദിച്ചതിന് ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ DHAയും ലൈസൻസും സെപ്പറേറ്റ് അല്ല. ലൈസൻസിലേക്കുള്ള ആദ്യത്തെ ഒരു കടമ്പയാണ് DHA എക്സാം പാസ്സാകുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് എലിജിബിലിറ്റി കിട്ടും. പിന്നെയാണ് അത് ഉണ്ടാക്കുന്നത്. ആ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് മോർ എന്തെങ്കിലും അറിയണമെങ്കിൽ ഉറപ്പായും എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കാൻ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായും എനിക്ക് മെസ്സേജ് അയക്കണം. എനിക്കറിയുന്ന ഒരു അറിവ് നിങ്ങളിലേക്ക് പകർന്നു തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.